നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പ്രത്യേക ഇൻട്രഡക്ഷന്റെ ആവശ്യമില്ലാതെ തന്നെ ഈ ഒരു പ്രതിമയും ഈ ഒരു ബിൽഡിങ്ങും കണ്ടാല് ഒരുമാതിരി എല്ലാവർക്കും ഇത് ഏതാണ് തിയേറ്റർ എന്ന് മനസ്സിലായിട്ടുണ്ടാകും. ആലപ്പുഴ ടൗണിൽ തന്നെ തണ്ണീർമുക്കം റോഡിൽ കൈചൂണ്ടിമുക്ക് ജംഗ്ഷനിലുള്ള പാൻ സിനിമാസിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആലപ്പുഴയിലെ തന്നെ വൺ ഓഫ് ദ വെരി ഫസ്റ്റ് മൾട്ടിപ്ലക്സ് ആണ് നമ്മുടെ ഈ ഒരു പാൻ സിനിമാസ്. ആക്ച്വലി ഈ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ 80കളിൽ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന സിനിമ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത പഴയ വിദ്യാ തിയേറ്റർ ആയിരുന്നു. ആദ്യകാലത്ത് സ്ഥിരം റിലീസ് സെന്റർ ആയിരുന്ന നമ്മുടെ ഈ ഒരു വിദ്യാ തിയേറ്റർ പിന്നീട് ഇതൊരു ഷിഫ്റ്റിംഗ് സെന്റർ ആയിട്ട് മാറുകയും അതിനുശേഷം കുറച്ചുനാൾ അടഞ്ഞു കിടക്കുകയും ചെയ്തു. അതിനുശേഷം പാൻ സിനിമാസ് 2018 ഈ ഒരു തിയേറ്റർ ഏറ്റെടുക്കുകയും ഇബ്ലീസ്, കർവാന്, മിഷൻ ഇമ്പോസിബിൾ, ഒരു പഴയ ബോംബ് കഥ എന്നിങ്ങനെയുള്ള 4 സിനിമകൾ വെച്ചിട്ട് ഓപ്പൺ ആക്കുകയും ചെയ്തു. പഴയൊരു തിയേറ്ററിനെ 3 സ്ക്രീനുകളുള്ള അത്യാധുനിക മൾട്ടിപ്ലക്സ് ആക്കി മാറ്റിയപ്പോഴും ഈ ഒരു പ്രതിമയെ ഇവിടെ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇത് ആക്ച്വലി ആലപ്പുഴയുടെ തന്നെ സിനിമാ ചരിത്രത്തിലെ ഒരു ഐക്കണായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. ബൈക്കിനോ കാറിനോ ലോറിക്കോ അതല്ല ഇനി ഒരു ബസ്സുമായിട്ട് തന്നെ നിങ്ങൾ വന്നാലും ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ളത്ര പാർക്കിംഗ് സൗകര്യം നമ്മുടെ ആലപ്പുഴ പാൻ സിനിമാസിലുണ്ട്. ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ആലപ്പുഴയിലെ ഏറ്റവും അധികം പാർക്കിംഗ് സൗകര്യമുള്ള തിയേറ്റർ നമ്മുടെ ഒരു പാൻ സിനിമാസ് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പാർക്കിംഗ് ഏരിയയിലാണ്. വണ്ടി പാർക്ക് ചെയ്ത് വന്നാൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല, നേരെ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും. ആക്ച്വലി ഇവിടെ 3 സ്ക്രീനുകളാണ് ഉള്ളത്. ബുക്കിംഗ് ആ പാർട്ണർ ആയിട്ട് വരുന്നത് ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ, നമ്മുടെ ഡിസ്ട്രിക്ട് ആപ്പാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് 180, 250 എന്നിങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ക്യാഷ് പേയ്മെന്റ്, UPI പേയ്മെന്റ്, ഈ 2 മോഡ് ഓഫ് പേയ്മെന്റ്സും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഈ തിയേറ്റർ ഇപ്പൊ റീസെന്റ് ആണ് നമ്മുടെ ഡിസ്ട്രിക്ട് ആപ്പിലേക്ക് സ്വിച്ച് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് ആപ്പിന്റെയും പാൻ സിനിമാസിന്റെയും ഒക്കെ ബ്രാൻഡിങ് നമുക്ക് ഈ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിന്റെ ലോബിയിലേക്ക് കയറാനായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു വീൽ ചെയർ ആക്സസ്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പുകൾ, ഈ 2 കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ലോബിയിലെ വിശേഷങ്ങൾ കൂടി കാണാം. പാർക്കിംഗ് പോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു ലോബിയാണ് നമ്മുടെ പാൻ സിനിമ ആലപ്പുഴയുടേത്. ഈ ഒരു ലോബിയിൽ അത്യാവശ്യം ഇരിപ്പിടങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മൾട്ടിപ്ലക്സ് ആ ഒരു ലെവലിലുള്ള ഒരു കഫ്റ്റീരിയ ഉണ്ട് കേട്ടോ. വളരെ വൈഡ് മെനു ആണ് നമ്മുടെ ഈ ഒരു കഫ്റ്റീരിയ ഉള്ളത്. അതായത് ബർഗർ, സാൻഡ്വിച്ച്, പോപ്കോൺസ്, അങ്ങനെയുള്ള എന്താ പറയുക, നമ്മുടെ നോർമൽ തിയേറ്റർ ക്യാൻറ്റീനിൽ നിന്ന് മാറിയിട്ട് കുറേയധികം ഐറ്റംസ് ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും തന്നെ നമുക്ക് ഉള്ളിലേക്ക്, അതായത് നമ്മുടെ സീറ്റിലേക്ക് സെർവ് ചെയ്യുന്നൊരു സിസ്റ്റവും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പ്രോപ്പറായിട്ട് തന്നെ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റ്സ് ടോയ്ലറ്റുകൾക്ക് പുറമെ ഒരു ഫീഡിംഗ് റൂമും ഈ ഒരു ലോബിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 സ്ക്രീനുകളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു വശത്തൂടെയാണ്. പഴയ വിദ്യാ തിയേറ്ററിൽ നിന്ന് ഇന്നത്തെ പാൻ സിനിമാസ് ആയപ്പോൾ ഈ ഒരു തിയേറ്റർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലുള്ള മാറ്റം, അതായത് നമ്മൾ സാധാരണ പഴയ തിയേറ്ററുകളെ സ്പ്ലിറ്റ് ചെയ്ത് 2ഓ 3ഓ സ്ക്രീൻ ആക്കുന്നതിൽ നിന്ന് ഇവിടെ ചെയ്തിരിക്കുന്ന ആ ഒരു വ്യത്യാസം നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സ്ക്രീൻ 1, 2 അതുപോലെ തന്നെ 3, ഈ 3 സ്ക്രീനുകൾക്കും ഇടയിലുള്ള ഒരു പാസേജിലാണ്. അതായത് പഴയ വിദ്യാ തിയേറ്ററിന്റെ ആ ഒരു ഹാൾ ഉണ്ടല്ലോ, ബാൽക്കണിയോട് കൂടിയ ആ ഒരു ഹാളിന്റെ ഏകദേശം ഒരു പകുതിക്ക് വെച്ച് മുറിച്ചിട്ട് ആ മുറിച്ചതിൽ ആ ബാൽക്കണി ഉൾപ്പെടുന്ന ഭാഗത്തെ ഒരു സ്റ്റേഡിയം പോലെ ടോപ്പിലേക്കാക്കി, എന്നിട്ട് അതിനെ വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് സ്ക്രീൻ 1ഉം സ്ക്രീൻ 2ഉം സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാലൻസ് വന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് കൂടുതൽ ഏരിയ ഉള്ള ഒരു ഭാഗം, ആ ഭാഗത്താണ് സ്ക്രീൻ 3, അതായത് പഴയ വിദ്യാ തിയേറ്ററിന്റെ സ്ക്രീൻ ഇരുന്ന ഭാഗം തന്നെയാണ് ഇപ്പോഴത്തെ സ്ക്രീൻ 3 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്ക്രീനും പ്രധാന സ്ക്രീനും ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പതിവ് രീതിയിൽ തന്നെ നമുക്ക് സ്ക്രീൻ 1ന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ആക്ച്വലി നമ്മുടെ ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ സ്ക്രീൻ 1ഉം സ്ക്രീൻ 2ഉം ഓൾമോസ്റ്റ് സെയിം ഡയമെൻഷൻ, അതായത് ഏകദേശം ഒരേ രീതിയിലുള്ള ഹാളാണ്. ചെറിയൊരു വലിപ്പ വ്യത്യാസമേ ഉള്ളൂ. 2ന്റെയും ഇൻറ്റീരിയറും ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ ബ്ലൂവും ബ്ലാക്കും കളറിലുള്ള ഒരു ഇൻറ്റീരിയറാണ്. സീറ്റുകളുടെ കളർ വരുന്നതും ബ്ലൂവും ബ്ലാക്ക് കളറിൽ തന്നെയാണ്. സീറ്റ് നമ്പറും ഏകദേശം സെയിം ആണ്. അതായത് ഈ ഒരു ഹാളിൽ 172 സീറ്റും സ്ക്രീൻ 2വിൽ 173 സീറ്റുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ 2 സ്ക്രീനുകളും ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റം, JBLന്റെ സ്പീക്കറുകൾ, അതുപോലെ തന്നെ NECയുടെ 2K പ്രൊജക്ഷൻ എന്നിങ്ങനെയാണ്. അതുപോലെ തന്നെ സ്ക്രീൻ 1 ആയാലും സ്ക്രീൻ 2 ആയാലും സ്ക്രീൻ സൈസിലും ചെറിയൊരു വ്യത്യാസം, അതായത് ഏകദേശം ഒരു അടിയുടെ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ക്രീനിലെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 25 അടി വീതിയും അതുപോലെ തന്നെ 10.5 അടി ഹൈറ്റുമാണ്. അതുപോലെ തന്നെ സ്ക്രീൻ 2വിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 26 അടി വീതിയും അതുപോലെ തന്നെ 11 അടി ഹൈറ്റുമാണ്. ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്ലാറ്റിനം ക്ലാസ്, അതായത് 250 രൂപയുടെ ചാർജ് വരുന്ന സീറ്റുകൾ. അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്ന ഈ
ഈ ഒരു മോഡൽ സീറ്റുകളാണ് 180 രൂപയുടെ സീറ്റ്സ്. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസ് എല്ലാ ക്ലാസ്സിലും സീറ്റുകളിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ 1-ൽ 34 സീറ്റുകളാണ് പ്ലാറ്റിനം ക്ലാസ്സിലുള്ളത്. അതുപോലെ തന്നെ സ്ക്രീൻ 2-ൽ 37 സീറ്റുകളാണ് പ്ലാറ്റിനം ക്ലാസ്സിലുള്ളത്. പിന്നെ സ്ക്രീൻ 1-ൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന സീറ്റിൻ്റെ പിറകിലായിട്ട് നമുക്കൊരു തൂണ് കാണാൻ സാധിക്കും. ഈ ഒരു തൂണെന്ന് പറയുന്നത് ആക്ച്വലി പഴയ വിദ്യാ തിയേറ്റർ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക ബാൽക്കണിയിൽ നിന്നുള്ള പ്രൊജക്ഷൻ്റെ ആ ഒരു സൈഡിൽ ഉണ്ടായിരുന്ന തൂണാണ്. അപ്പോൾ ഇപ്പോഴും ഈ സീറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബാൽക്കണിയുടെ പ്രൊജക്ഷൻ റൂമിൻ്റെ സൈഡിൽ വരുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ഒരു പക്ഷേ പഴയ ബോക്സ് ക്ലാസ് ആയിരിക്കും, ആ ഒരു ഭാഗത്താണ് ഇന്നത്തെ ഈ ഒരു പ്ലാറ്റിനം ക്ലാസ് ടിക്കറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു തൂണ് യാതൊരു കാരണവശാലും കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് ഇവർ ഈ ഒരു സീറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പേഴ്സണലി ഞങ്ങൾ ഈ അടുത്ത് വീഡിയോ എടുക്കാൻ പോയിട്ട് കണ്ടിഷ്ടപ്പെട്ട ഹാളുകളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്ക്രീൻ 3. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹാളിൻ്റെ വീതി, അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീന് ഏകദേശം 43 അടി വീതിയും 18 അടി ഹൈറ്റുമുള്ള നല്ല കർവോട് കൂടിയ ഒരു സിൽവർ സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. വാൾ ടു വാൾ സ്ക്രീൻ അല്ല, പക്ഷേ ഈ ഒരു സിൽവർ സ്ക്രീൻ മാറ്റിയിട്ട് ഇവിടെ പുതിയൊരു ഹ്യൂഗോ സ്ക്രീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ആലപ്പുഴയിലെ തന്നെ ഫസ്റ്റ് ഹ്യൂഗോ സ്ക്രീനാണ് കേട്ടോ അതാ ഈ ഒരു കാർഡ്ബോർഡ് റോളിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഈ സ്ക്രീന് പുതിയ ഹ്യൂഗോ സ്ക്രീൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു സർപ്രൈസ് കൂടി ഉണ്ട് ആലപ്പുഴക്കാർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൊജക്ഷൻ ബാർക്കോയുടെ SP4K 20B എന്ന മോഡൽ ലേസർ പ്രൊജക്ഷനാണ് നിലവിൽ ഇവിടെ ആക്കിയിരിക്കുന്നത്. സോ നല്ല മുത്ത് പോലത്തെ വിഷ്വൽസ് ആയിരിക്കും ഈ ഒരു ഹ്യൂഗോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 3D എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും കേട്ടോ. ഇനി സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു ഓഡിറ്റോറിയത്തിലുള്ളത്. CP850 അറ്റ്മോസ് പ്രോസസ്സറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിലെ ഫസ്റ്റ് 4K ഡോൾബി അറ്റ്മോസ് കോമ്പിനേഷൻ വന്ന തിയേറ്ററും നമ്മുടെ ഒരു പാൻ സിനിമാസിൻ്റെ സ്ക്രീൻ 3 ആണ്. സ്പീക്കറുകളെല്ലാം നമ്മുടെ സ്ക്രീൻ 1-ലും 2-ലും ഉപയോഗിച്ചിരിക്കുന്ന പോലെ തന്നെ JBLൻ്റെ സ്പീക്കറുകളാണ്. അതുപോലെ തന്നെ ഹാളിൽ നമുക്ക് 2 വശങ്ങളിലായിട്ട് 2 സബൂഫറും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. അതിൽ തന്നെ പഴയ ആ ഒരു വിദ്യാ തിയേറ്ററിൻ്റെ സ്ട്രക്ചറുള്ള ആ ഒരു ഷേപ്പ് അത് ഈ ഹാളിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സീറ്റിങ്ങിനെയോ നമ്മുടെ വ്യൂവിങ് എക്സ്പീരിയൻസിനെയോ ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ സീറ്റുകളാണെങ്കിലും ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ആകെ മൊത്തം 291 സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത്. അതിൽ 28 സീറ്റുകൾ ഏറ്റവും ബാക്കിട്ട് ഒരു നിര, അതായത് നമ്മുടെ പ്ലാറ്റിനം എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിലുള്ള സീറ്റുകളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹാളിൽ, അതായത് നമ്മുടെ ഈ ഒരു നോർമൽ സീറ്റുകൾക്കിടയിൽ നല്ല ലെഗ് സ്പേസ്, വളരെ നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്ക്രീനിലെ വിഷ്വൽസ് കൂടി ഒന്ന് കാണാം. നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആപ്പ് വഴി നിങ്ങൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ ഓഫറുകൾ കിട്ടും. അതിന് പുറമെ നമ്മുടെ പാൻ സിനിമാസിൻ്റെ കൊച്ചി ന്യൂക്ലിയസ് മാൾ, അതുപോലെ തന്നെ ആരക്കുന്നം, പിന്നെ നമ്മുടെ ആലപ്പുഴ, ഈ 3 തിയേറ്ററുകളിലും നിങ്ങളിതാ ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് പാൻ സിനിമാസിനുള്ള കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ഓഫർ കിട്ടും കേട്ടോ. അത് പാൻ സിനിമാസിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഓഫറാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.